അമ്മണി, നീ ഉരുള ഉരുട്ടി തരുമ്പോൾ എനിക്ക് അമ്മയുടെ കാര്യം ഓർമ്മ വരുന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് ഉരുളി ആദ്യം കിട്ടാൻ വേണ്ടി നാം എത്ര പ്രാവശ്യം മഴക്കൂടിയിട്ടുണ്ട്. അമ്മ എപ്പോഴും നിന്നെയാണ് മടിയിരുത്തുക. നിനക്കൊന്ന് കാളയിൽ പോകണ്ടേ? വേണ്ട. ഫീസ് കൊടുത്തില്ലേ? പഠിക്കാനുള്ള രസമൊക്കെ പോയി ചേട്ടാ. ഞാൻ കാരണമല്ലേ? വെള്ളം എവിടെ? ഇവിടെ കോളേജിലാണ് ജോലി അല്ലേ? എല്ലാ വിവരവും മിസ്റ്റർ മൈനാടൻ പറഞ്ഞു. ജയന്തി വിളിക്കൂ. അയാൾ ഇവിടുത്തെ ഒരു സ്വന്തം ആളാണ്. അപ്പോ കാപ്പിയും പലഹാരം എല്ലാം വേഗം തയ്യാറാക്ക. മകൾ എവിടെ? വെറുതെ ഇങ്ങ് വന്നാ മതിയോ? ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ജയന്തി, അമ്മ എന്നെ കാണാൻ വന്നവരൊക്കെ എവിടെ? പതുക്കെ, അവരെല്ലാം അപ്പുറത്തുണ്ട്. അമ്മ ഒരുമിച്ചങ്ങ് ഒന്നേച്ചാ മതി. തനിച്ചു വന്നാലെന്താ? അത് ശരിയല്ലേ മോളെ? ഈ ചിത്രങ്ങളൊക്കെ അവൾ വരച്ചതാണ്. ലളിത കലകളിലെല്ലാം നല്ല വാസനയുമുണ്ട്. ആ നടക്കട്ടെ. വിവാഹം കഴിയുന്നതുവരെ ഇങ്ങനെയുള്ള ഭ്രമം കാണും. അതിനുശേഷം അവരുടെ പാട്. എന്താ അങ്ങനെയല്ലേ? അതെ അതെ. എന്തുവാ സാറേ? ഇടോ, എന്നോട് കാണിച്ചതിരിക്കട്ടെ. ഇനി മേലാത്താൻ ഈ പോക്കരുത്തരം മറ്റാരോടും എടുക്കരുത് കേട്ടോ. ഒരു പിരിലൂസിന് നിൽക്കണം സാറേ. സാറ് ആള് തെറ്റിപ്പോയി. എല്ലാം ശരി തന്നെ. സലാം. എടാ ഭാസി, എന്തോ ഇവിടെ ഇരുന്ന രാമായണം എവിടെ? ആ തലേന്റെ അടിയിലുണ്ട്. അച്ഛൻ ഇന്നലെ സുഖമായി ഉറങ്ങിയോ? ഇല്ല മോനെ, ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടയ്ക്കുമ്പോ ദുസ്വപ്നങ്ങള്. ഇല്ല, ഇനി ഒരുറക്കമേ വിധിച്ചിട്ടുള്ളൂ. നീ ഇത്തിരി രാമായണം വായിക്കേ, അത് നല്ലൊരു മരുന്നാണ്. രാമായണം വായിക്കാനോ? ആ, എന്താ മലയാളമൊക്കെ അങ്ങ് മറന്നോ? തള്ളി താഴെ ഇട്ടോ? കഷ്ടകാലം തന്നെ. ഏതായാലും പുസ്തകം തുറന്ന് 7ാമത്തെ വരിയില് 7 അക്ഷരം തള്ളി വായിക്കേ. ഭാഗ്യനില അറിയാമല്ലോ. അച്ഛാ, ചേട്ടന് പാട്ടും കവിതയും നീളത്തിൽ വായിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ വായിക്കാം. എന്നാ അത് പറഞ്ഞുകൂടെ? ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ, ദുസ്വപ്നമാകന്ത കാൺകയോ ഞാനിക, ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യു സമയം ഉപസ്ഥിതമാകയോ. ഇവിടെ ആരും ഇല്ലയോ? കുട്ടൻപിള്ളയോ? എന്താ പാല് കൊണ്ടുവന്നു? അതെല്ലാം നിർത്തിയില്ലയോ? നിർത്തിയെന്നോ? പിന്നല്ലാതെ എന്ത് ചെയ്യും? ദിവസവും 2 നേരം പാല് കൊണ്ട് തന്നാ മതിയോ? പണമോ കുഞ്ഞേ? നടന്ന് നടന്ന് കാലിലെ തൊലിയില്ല. ഒന്ന് പതുക്കെ പറയൂ, ഞാൻ മാത്രം കേട്ടാ പോരെ? എത്ര പ്രാവശ്യം പതുക്കെ പറഞ്ഞു. ഇനി അല്ല അകത്തുള്ളവരും കേക്കട്ടെ. ആ, എന്താ ബഹളം? ഒന്നുമില്ല. ഒന്നുമില്ല പോലും. ദിവസം ഇടങ്ങഴി പാല് വീതം വാങ്ങി മോന്തിയിട്ട് പറയുന്നത് കേട്ടി. മര്യാദയ്ക്ക് സംസാരിക്കും. ഒരു പകുതി വേണ്ടേ? സാറേ, ഞാൻ സംസാരിക്കുന്നേ ഇല്ല. എനിക്ക് പണം കിട്ടിയാൽ മതി. 2 ദിവസം കഴിഞ്ഞ് വരണം. പണം എങ്ങനെയെങ്കിലും തരാം. രൂപ 51 ഉണ്ട്. ഇത് 100ാമത്തെ അവധി പറച്ചിലാണ്. ഇത്രയുള്ളൂ. താൻ ഒരു കാര്യം ചെയ്യും, കുറച്ച് കഴിഞ്ഞ് എന്റെ കടയിലേക്ക് വരും. പണം ഞാൻ തരാം. അത് വേണ്ട. അമ്മിണി, എന്താ? ചേട്ടാ, എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ പേഴ്സുണ്ട്.
ആവശ്യമുള്ള പണം എടുത്തു കൊടുക്കും. എടോ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, വിടരുത്. പണമൊക്കെ അകത്തുണ്ട്, ഒച്ച വെച്ചാ കിട്ടും. ഇതാ. തൃപ്തിയായോ? മേലാൽ ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കരുത്. പോയിക്കൊള്ളൂ. അകത്തേക്ക് പോകാമല്ലോ. വെറുതെ വന്നേ ഉള്ളൂ. അപ്പുവിന്റെ കണ്ണ്. അച്ഛൻ അവസ്ഥയിലാണ്, അതുകൊണ്ട് ആ വിവരം അച്ഛനെ അറിയിച്ചിട്ടില്ല. ഓഹോ, അങ്ങനെയോ? ഞാൻ ശ്രദ്ധിച്ചോളാം. ആ പേനൊക്കെ തിങ്ങി തരണം. എന്നെ വിട്, ചോദിച്ചിന് ഉത്തരം പറ. ഞാൻ ഉടൻ പോവുകയാണ്. കൊന്നേ കേട്ടോ. ഇരിക്കണം. കൊലയെ കുറഞ്ഞൊരു ശിക്ഷയുമില്ലേ? പേനാകത്തിയുമായി എങ്ങും പോകണ്ട. ഇത് പെൻസിൽ വെട്ടാനാണ്. ഓഹോ, അത്രേ ഉള്ളൂ. എന്നാലൊന്ന് പോയി കൊന്നിട്ട് വരണം. ഞാൻ എന്തിനു പോണത്? എടി സരസു, ഞാനൊന്ന് കണ്ണ് കാണിച്ചാ മതി. കുറുപ്പിയേട്ടന്റെ തല ഒരു പ്ലേറ്റിൽ ഇവിടെ എത്തി. ഒന്ന് ചുമ്മാതിരിക്കണം. നാട്ടില്ലായിരുന്നു ഈ പണ്ട് നരി കൊണ്ടുപോയേനെ. കളിയായി പോയില്ലേ? ഇതൊന്ന് എഴുതി തീർന്നോട്ടെ. ഇവിടെ ആരെല്ലാം വരുന്നെന്ന് കണ്ടോ? അപ്പോ നീ എന്നാണ് ജോലി സ്ഥലത്തേക്ക് പോകുന്നത്? നിശ്ചയിച്ചില്ല അച്ഛാ. വെറുതെ ഇവിടെ താമസിക്കണ്ട, വയ്ക്കുള്ളൂ. അടുത്ത് തന്നെ നിനക്കൊരു കമ്പി കിട്ടും. അപ്പോൾ വരണം. ഒരു പക്ഷേ ഈ കട്ടില് എന്റെ അച്ഛനെ കണ്ടില്ലെന്ന് വരും. അച്ഛാ, വ്യസനിക്കരുത്. ധൈര്യമായി പൗരുഷമായി ജീവിക്കണം. അച്ഛാ, അവൾ പാവമാണ്. അവളെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. നീ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവളെയും കൂട്ടിക്കൊണ്ടു പോകണം. അച്ഛാ, എനിക്കിത് സഹിക്കാൻ വയ്യ. മോനെ, കരയാതെ. അച്ഛൻ ഇനി ഇങ്ങനെ പറയരുത്. എനിക്കിത് കേൾക്കാൻ ശക്തിയില്ല. ഞാൻ അപ്പു, ഇവിടെ വരൂ. നിന്നെ ഞാൻ വേദനിപ്പിച്ചോ? അച്ഛൻ സമാധാനമായിരിക്കണം. രോഗമെല്ലാം ഭേദമാകും. അച്ഛാ, അച്ഛാ, അമ്മി, അമ്മി, അച്ഛാ. ഡോക്ടറെ വിളിക്കൂ.